ചായ. വിത്തൗട്ട്. കടി കടിയിൽ ചൂട് ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര ചൂടാ. മഴ പെയ്യുന്നുണ്ട്. പക്ഷെ മഴ പെയ്താലും ചൂട് കൂടുതലാണ്. ചേച്ചി ഒരു ചായ. മഴക്കാറുണ്ട്. ഒരു കടി. എല്ലാ ദിവസവും പെയ്യുന്നു. എല്ലാ ദിവസവും ചൂട് കുറഞ്ഞ ആൾക്കാർ സുഖമായിട്ട് വരുന്ന ഒന്നും അത് എന്തായാലും രക്ഷപ്പെട്ടു. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇത്തിരി ആശ്വാസം. രാത്രിക്ക് ആൾക്കാരും മരിച്ചു. എന്താ ചൂടല്ലേ, ഭയങ്കര ചൂട്. വണ്ടി ഓടിക്കാനും പറ്റണല്ലോ ചൂടുകൊണ്ട്. ചൂട് ഭയങ്കര ചൂടാവട്ടെ, നല്ല ചൂട്. എടുക്കാൻ പറ്റണല്ലോ. രാത്രി മഴ പെയ്തല്ലോ. ഞങ്ങളെ ഒരാളുണ്ട് ഇതുപോലെ ചൂട് പിടിക്കാൻ പുള്ളിക്ക് കലക്കൂലാൻ തുടങ്ങി. അതുകൊണ്ട് കുറെ പേർക്ക് ഉണ്ടെന്ന്. അതൊരു അസുഖമാണത്. ഇന്നലെ 32 ഡിഗ്രി ചൂടായിരുന്നു. ഇതിപ്പോ അധികം കൂടുതലാ ചൂട്. ചൂട് കൂടുതലാ. കൂടാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർക്ക് ഭ്രാന്തി ചേർക്കേണ്ടി വരേ. ഏതിനെ പകുതി പേർക്ക് ഭ്രാന്തായിരിക്കും. വരുമല്ലോ, ചൂട് അത്രയൊക്കെ ചൂടല്ലേ. സലോമിക്ക് ഇന്ന് കുണ്ടന്നൂരാ ജോലി, തൊഴിലുറപ്പ്. സലോമിയ അതാരെ? അതിന്റെ ഭാര്യ. ചേട്ടന്റെ വീട് എവിടെ? എന്റെ വീട് കുണ്ടന്നൂരാണ്. ഇവിടെ എങ്ങനെ? ഇവിടെ ഞാൻ വണ്ടി ഓടിച്ച് വന്നാണ്, യാത്രക്കാരായിട്ട് വന്നാണ്. അവര് അവിടെ ഇറങ്ങിപ്പോയി, ഞാൻ തിരിച്ചു വന്നു. ചായ കുടിക്കാൻ വന്നു. അപ്പൊ ചായ കുടിക്കാന്ന് വിചാരിച്ചു. നല്ല കാര്യം. പൈസ ഒന്നും തരുന്നില്ല, എല്ലാം അവളെടുക്കും. അവള് മരുന്നൊക്കെ വാങ്ങിക്കുന്നതാണ്, ആർക്കാന്നറിയില്ല. വീട്ടിലെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കണം. വണ്ടി ഓടിക്കും. എന്റെ പോകരുന്ന് എടുക്കും, ഞാനൊന്നും പറയൂല. ആ എടുത്തോളൂ. മരുന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. മരുന്നൊക്കെ വാങ്ങിക്കുന്നത് എപ്പോഴും മരുന്ന് വാങ്ങിക്കും. പിന്നെ ചോറ് വെക്കും, മീൻകറി വെക്കും, എല്ലാം വെക്കും. ഇല്ല, എപ്പോഴും മരുന്ന് വാങ്ങിച്ചു കൊണ്ടുതന്നെയാണ് മരുന്നടെ കൊണ്ട്. എല്ലാരും പറഞ്ഞിട്ട് സുന്ദരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല അതെ, എല്ലാരും പറയാറുണ്ട്. പക്ഷെ എനിക്കറിയില്ലല്ലോ. ഈ ഓട്ടോ ഈ ഒരു സ്ഥലത്ത് മാത്രം ഓട്ടോ ഓടിക്കുള്ളൂ? ഇല്ല, എല്ലാവർക്കും ഓടിക്കും. അത് ശരി. ഇയാളെപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചതാ. ചേച്ചി കണ്ടിട്ടുണ്ട്? ചേച്ചി 500 ഭാഷ ഞാൻ പോട്ടെ. പൈസ തന്നില്ലല്ലോ എന്റെ. ഞാൻ പൈസ 500 രൂപ തന്നാണ്. എന്റെ പോക്കറ്റിൽ തന്നെ ഞാൻ തന്നത്. ഞാൻ തന്നില്ല, ഇവരോട് കൊണ്ട് ചോദിച്ചു നോക്കുവാണെങ്കിൽ. ഏട്ടൻ പൈസ ഒന്നും കൊടുത്തില്ല, നിങ്ങളിവിടെ നിൽക്കല്ലേ? നിങ്ങൾ കണ്ടല്ലോ, അതൊന്നും കണ്ടില്ല. ശരിയല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഒറ്റ ഗ്യാങ്ങാണല്ലേ? എന്നെ പറഞ്ഞു പറ്റിക്കുന്നതല്ലേ നിങ്ങൾ?
ഞാൻ 500 കൊടുത്താണ്. എന്റെ പോക്കറ്റ് എടുത്തല്ലേ ഞാൻ കൊടുത്തത്. ചേട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കില്ലേ, ഞങ്ങള് രണ്ടുപേരും നിൽക്കാണ്. നിങ്ങൾ 3 പേര് ഒറ്റ ഗ്യാങ്ങായിട്ട് നിൽക്കലാണ്, എന്നെ പറ്റിക്കലാണ്. പൈസ കൊടുക്കാഞ്ഞിട്ട് കൊണ്ടിട്ടില്ല കൊടുത്തില്ലാന്ന് പറയുന്നത്. ചേട്ടൻ കൊടുക്കാതിരുന്നല്ല പറയുന്നത്, ചേട്ടൻ കൊടുത്തിണ്ടാവും. ചേട്ടൻ എന്തോ ഒരു ഓർമ്മിപ്പിച്ചു പറ്റി. ഉണ്ടോ നോക്ക്, 500 രൂപ കൊടുത്തത്. ഇതിന് വേറെ പൈസ എന്തെങ്കിലും ഓർമ്മിപ്പിച്ചു പറ്റിയതാവും. അല്ലല്ലോ, ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ കൊടുത്ത ഓർമ്മ എനിക്കുണ്ട്. ഞാന് കൊടുത്തിട്ടുണ്ടായിരുന്നു പൈസ. മറവിയുണ്ടോ? ഏയ് ഞാൻ ചേട്ടൻ പേഴ്സിൽ നോക്ക്, പൈസ ഇല്ല. ഫിലിപ്പോസേ, നീ എന്ത് ഭാവിച്ചാ ഫിലിപ്പോസേ? സലോമി ഫോൺ ചെയ്താ നിന്നെ കാണാനില്ലാന്ന്. അവള് താക്കോൽ വിളിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ താക്കോൽ എടുത്തോണ്ട് നീ ഇറങ്ങി. നിന്നെ ഞാൻ ലിസിയിൽ പോയി, എന്നെ അറിയത്തില്ല, മനസ്സിലായില്ല. ആ നിന്നെ തിരക്ക് ഞാൻ ലിസിയിൽ പോയി, ഹൈക്കോടതിന്റെ അവിടെ പോയി, എങ്ങുമില്ല. ആ വണ്ടി ചേട്ടാ ഇതിന് അസുഖക്കാരനാണ്. 32 ഡിഗ്രിയിൽ ചൂട് കൂടി കഴിഞ്ഞാല് ഈ പുള്ളിക്ക് അറിയത്തില്ല. അത് ശരി. അതാണ് ഈ ചേട്ടൻ ഈ പറഞ്ഞ 500 രൂപ കൊടുത്തു. വെരി ഹോട്ട് ഹ്യൂമിഡിറ്റി സൈക്കോമാനിയ സ്ട്രൈൻ എന്നാണ് ഈ രോഗത്തിന്റെ പേര്. സ്ട്രൈൻ ചെയ്യില്ല എത്ര പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് നീ വണ്ടി എടുത്തോണ്ട് പോകും. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് എന്നെ മനസ്സിലായില്ല. അതാകത്തില്ല, വെയില് താഴണം. ഇന്ന് 32 ഡിഗ്രി ചൂടാണ്. ചേട്ടനെ കൊണ്ടുപോയിക്കൊള്ളുന്നില്ല. സ്ട്രൈൻ ചെയ്യില്ല എത്ര പ്രാവശ്യം പറഞ്ഞു. ഇന്നലെ ഇങ്ങനെ ആയിരുന്നു. സൗത്തിൽ ഇറക്കാനുള്ളവനെ നോർത്തിൽ കൊണ്ടിറക്കി, കുണ്ടന്നൂർ ഇറക്കാനുള്ളവനെ ലുലു കൊണ്ടിറക്കി. വണ്ടി ഓർഡർ പെണ്ണുമ്പോ തൊഴിലുറപ്പിന് പോയപ്പോഴേ ചാവി എടുത്ത് ഒളിച്ചു വെച്ചിട്ട് അവര് പോയത്. എനിക്ക് പാട്. സലോമി അവിടെ കിടന്ന് കരയ്യ. അതാ ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത്. അതല്ല, താൻ എന്റെ വീടിന്റെ പരിസരത്ത് കറങ്ങുന്നതിനാണോ? സലോമി എന്റെ പെങ്ങളെ പോലാ. എനിക്കിങ്ങനെ ഒരു അളിയന്റെ ആവശ്യമില്ല. മേലാൽ എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് കറങ്ങാൻ നിൽക്കരുത്. കർത്താവിന് നിലക്കാത്തത് പറയല്ലേ ഫിലിപ്പോസ്? ഞാനല്ലേ നിന്റെ കാര്യത്തിൽ എല്ലാം വരുന്നത്. അതല്ലേ അവൾ എന്നെ ഫോൺ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഈ തല വെളിയിൽ കാണിക്കരുത്. ചൂടായാൽ 32 ഡിഗ്രിയിൽ കൂടുതൽ ചൂടാണ്. ഡോക്ടർ എഴുതിക്കൊടുത്ത് ഗുളികയുണ്ട്, ആ ഗുളികം കഴിച്ചുകൊണ്ടിരിക്കണമെന്നാ പറഞ്ഞു. ഇവൻ ഗുളിക കഴിക്കത്തില്ല. ഇവൻ ഗുളിക എടുത്തിട്ട് അതിന്റെ കണ്ടന്റ് എന്തുവാ നോക്കിയിട്ട് കഴിക്കത്തുള്ളൂ. അന്ന് ഗുളികയുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്താണ് ലണ്ടനിൽ FRC പഠിച്ചിട്ട് വന്ന ഡോക്ടർമാർ നോക്കുന്ന പോലെ കണ്ടന്റ് നോക്കി ഗുളിക കഴിക്കുന്നു. 5 മണി കഴിഞ്ഞാൽ നോർമലാ. വെയില് താന്നു കഴിഞ്ഞാൽ പിന്നെ നോർമലാ. പോ നമുക്ക്. താൻ യൂദാസല്ലേ? 30 രൂപക്ക് വേണ്ടി ഒറ്റിക്കൊടുത്താ. താനെന്നെ മുൾക്കിരി കാണിച്ച് പാട്ട വാർന്നടിച്ച് എന്നെ കുരിശിൽ തറച്ച് എന്നെ പുഴയെ കൊണ്ട് ഒളിപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്നെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി. 30 രൂപയ്ക്ക് എനിക്ക് ചായ മേടിച്ച കാവയായും പറയുന്നു. ഒരു ചായ ഒരു കടി 30 രൂപ. ഞാനും വരാം ചേട്ടാ. വാലിക്കാണ്. എന്നെ ഒരു വീണ്ടും നോക്കുള്ളിൽ നടക്കാൻ വേണ്ടി പോലെയാണ്. 3-ാം നാളെ ഞാൻ വരുത്ത നോക്കും. അപ്പൊ ഈസ്റ്റർ പോട്ടെ. അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അവിടെ കൊണ്ട്